താനൂർ നിയമസഭാ മണ്ഡലത്തിൽ എൽഡിഎഫ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച വി അബ്ദുറഹ്മാൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതുന്നത്. നിലവിലെ എംഎൽഎ അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്നെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് തിരൂർ സ്വദേശി വി അബ്ദുറഹ്മാൻ. നിയമസഭയിലേക്ക് താനൂരിൽ സ്ഥാനാർത്ഥിയാകാൻ ഇടതുമുന്നണി മുഖ്യമായി പരിഗണിക്കുന്നത് അബ്ദുറഹ്മാനെയാണ്. ഇടതുമുന്നണിയിൽ CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് താനൂർ. ഇവിടെ അബ്ദുറഹ്മാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് നിർണയം കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതെല്ലാം പറയാൻ കഴിയുമെങ്കിലും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഞാൻ താനൂരിൽ കേന്ദ്രീകരിച്ച് ഇത്തരം വർക്കുകൾ ചെയ്യുന്നത്. മുന്നണി നേതൃത്വത്തിൽ നിന്ന് സൂചന ലഭിച്ചതോടെ അബ്ദുറഹ്മാൻ പ്രചാരണം തുടങ്ങി. അബ്ദുറഹ്മാന്റെ പേരിൽ പലതരം ഫ്ലക്സ് ബോർഡുകൾ മണ്ഡലത്തിൽ ഉയർന്നു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അബ്ദുറഹ്മാന് 44,400 വോട്ട് ലഭിച്ചിരുന്നു. ഇതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് സിറ്റിംഗ് MLA. 10 വർഷമായി താനൂരിനെ പ്രതിനിധീകരിക്കുന്നു എന്നത് തന്നെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആത്മവിശ്വാസം. എനിക്ക് പരിചയമില്ലാത്ത മുഖവും പരിചയമില്ലാത്ത വീടും താനൂരിലുണ്ടാവില്ല. അതുകൊണ്ട് മുഖം പരിചയപ്പെടുത്തേണ്ടവർക്ക് കുറച്ച് നേരത്തെ ആരംഭിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസവുമാണ്. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങൾ വിവരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ ലീഗും ഉയർത്തിയിട്ടുണ്ട്. താനൂരിൽ ലീഗ് നേതാവ് കുട്ടി അഹമ്മദ് കുട്ടി മത്സരിക്കുമെന്ന പ്രചാരണവും ശക്തമാണ്. UDFന് വിജയപ്രതീക്ഷയുള്ള താനൂരിൽ ആര് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായാലും മത്സരം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.